ഡൈ കളറ്. ഇങ്ങനെയുള്ള ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഡൈ കളർ എന്ന് പറഞ്ഞിട്ട്. പല തരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് കളറാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ജീൻസ് ബ്ലൂ, നോർമൽ ബ്ലൂ, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൈ കളേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ 12 കളേഴ്സുകളും ഉണ്ടാവും. അപ്പം ഇതിന് ബാക്കിലുണ്ടാവും ഇതിൻ്റെ കളർ ഏതാന്നുള്ളത്. ആ കളർ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഏതാന്നുള്ളത് നോക്കണ്ടേ. എന്നിട്ട് തിളച്ച വെള്ളം, പിന്നെ ഉപ്പ്. നമുക്ക് കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പോൾ നോർമൽ ഉപ്പ്. ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, ഏത് വെച്ചിട്ടും ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മളെ നൂലാണ്. കുറച്ചൊരു കട്ടിയുള്ളൊരു നൂല്. അപ്പൊ ഇതില് ഇത്ര വേണ്ട, അതിൽ പതിരെയാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് മുക്കണ്ട. അപ്പൊ ഇതിന്റെ ഹാഫായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കല്ല് വെച്ചിട്ട് ഇത് കെട്ടുക. ഇങ്ങനെ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുങ്കിരി സാരിയെല്ലാം കണ്ടിട്ടില്ലേ, അതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാ. നൂല് വെച്ചിട്ട് ഈ കെട്ടുന്നത് നല്ല ടൈറ്റ് ആയിരിക്കണേ. ടൈറ്റില് കെട്ടണേ. കെട്ടുന്നത് ഈ തുണിയുടെ 4 സൈഡിലാണ് ഡിസൈൻ വരണ്ടെങ്കിൽ 4 സൈഡിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് നമുക്കിപ്പോ ഇങ്ങനെ വേണമെന്നില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. അതിലേക്ക് ഉപ്പിടാം. ഉപ്പ് നന്നായിട്ട് ഇടണേ. 4 സൈഡിലായിട്ട് ഡിസൈൻ നമുക്ക് എവിടെയാണോ വേണ്ടത് വെച്ചാൽ അവിടെ കെട്ടാം. എന്നിട്ട് ഉപ്പിടുന്നേ. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിലെടുക്കൂലേ, ഇങ്ങനെ 2 പ്രാവശ്യം എടുക്കാം. നന്നായി ഇളക്കുക. അതിനുശേഷം കത്രിക മാറ്റി വെക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് കത്രിക ഉപയോഗിച്ച് ആ പാക്കറ്റ് മുറിക്കുക. ഇത് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണേ കുറച്ചുകൂടി നല്ലതാണ്. കാരണം നമ്മളെ കയ്യിൽ ഇതാവുന്നത് നല്ലതല്ല. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. കളർ വെള്ളത്തിലേക്ക് കലർത്തുന്നു. വീണ്ടും അത് ഇളക്കി മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കി. കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ ചൂടുവെള്ളത്തില് ഉപ്പിട്ടത് കയ്യിൽ നമ്മളിങ്ങനെ പോങ്ങെടുത്ത് 2 ഇത് ഇട്ടു. അത് കല്ലുപ്പാണെങ്കിൽ കുറച്ച് നല്ലത്. ഇതായാലും കുഴപ്പമില്ല, പിടിക്കും. കോട്ടന്റെ സൈഡിലായിട്ട് നമുക്ക് എവിടെയാണോ ഡിസൈൻ വരണം തോന്നുന്നത് അവിടെ നമ്മൾ കല്ല് വെച്ച് കെട്ടി വെക്കുക. നമ്മൾ ഏത് തുണിയിലാണോ ഈ കളർ ആവശ്യം ആ തുണി ആവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകപ്പെടുത്തിയതിനു ശേഷം ആ തുണി പൂർണ്ണമായും ഈ കളറിലേക്ക് മുക്കുക. പൂർണ്ണമായും മുക്കി വെക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഇതിനെ മുക്കി വെക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് കളർ പിടിക്കുക. നമ്മുടെ വീട്ടിൽ ഈ ജീൻസ് അല്ലല്ലേ, ഒന്ന് മങ്ങിയാൽ നമ്മളത് വലിച്ചെറിയുന്നില്ലേ. ഈ ജീൻസുകൾ ഒന്നുമില്ല. നമ്മൾ വലിയ വലിയ കമ്പനിയുടെ ജീൻസ് എല്ലാം വാങ്ങിയിട്ട് ഒന്ന് നരച്ചാൽ നമ്മൾ ഒഴിവാക്കും. പക്ഷെ ആ ജീൻസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഈ പൊടി വാങ്ങാനുണ്ട്. ഷോപ്പ് പോയിട്ട് നമ്മൾ ഡൈ നമ്മുടെ പാക്കറ്റ് ജീൻസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തത് കിട്ടും. അത് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്താൽ പുത്തം പോലെ ഇരിക്കും ജീൻസ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, 300 രൂപക്ക് കിട്ടുന്ന ജീൻസ് പാന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ജീൻസിനെ കളർ മുക്കി വീണ്ടും വരുന്നതാണെന്ന് ബോധ്യപ്പെട്ടു. ഇത് ശരിക്കും അരമണിക്കൂർ വെച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ടൈം എടുത്താലേ ആവുള്ളൂ.
ശേഷം അത് പിയാനൊന്നും പാടില്ല, അത് അങ്ങനെ എടുത്തിട്ട് പുറത്ത് ഉണക്കാനിടണം. ഉണക്കാനിട്ടതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ കെട്ടിയ കയറഴിച്ച് ആ കല്ല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസൈൻ കാണും. നമുക്ക് അല്പ സമയത്തിന് ശേഷം കാണും. ഇപ്പം തന്നെ കാണുമോ? ഇങ്ങനെ ഇങ്ങനെ ഓരോ സൈഡ് അടിക്കുമ്പോൾ നമ്മുടെ ചുങ്കിടി സാരി ഉണ്ടാവില്ല, ആ മോഡലാ വരിക. കണ്ടില്ലേ? കുറച്ച് നല്ല ഫിനിഷിങ് വരും. എങ്ങനെയാണെന്നറിയാം, നമ്മള് ഒരു അരമണിക്കൂറിനൊക്കെ വെച്ചാല് നന്നായിട്ട് ഇരിക്കും. ഇത് നമുക്ക് ഷോളിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും. അതേപോലെ നമ്മൾ ചില ഷർട്ടൊക്കെ കുറച്ച് കറിയായ ലൈറ്റ് കളർ നമ്മളത് ഒഴിവാക്കൂലേ, അതിന് ഇതേപോലെ കുറച്ചൊരു ഡാർക്ക് പൊടി വാങ്ങിയിട്ട് അങ്ങ് മുക്കിയാൽ മതി, നല്ല അടിപൊളി ഷർട്ടാവും. അപ്പൊ ഇനി അധികം തുണിയൊന്നും കളയണ്ട. അല്പസമയം വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ വെച്ച് ഉണക്കാൻ വെച്ച് അഴിച്ചാൽ വളരെ ഭയങ്കര സ്റ്റൈലായിട്ടുള്ള സാധനമായിരിക്കും. നമ്മൾ